ഓക്കെ, അപ്പം ഗുഡ് ഈവനിങ് എവരിവൺ. സിവിൽ എഞ്ചിനീയറിംഗ് ഓവർസിയറിന്റെ ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാമിനുള്ള ഒരു പ്രിപ്പറേഷൻ കോഴ്സാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കുറെ എക്സാമുകളൊക്കെ വന്ന് അത് പോസ്റ്റ്പോൺ ചെയ്തു അല്ലെ, കോവിഡും കാര്യങ്ങളൊക്കെ വല്ലാണ്ട് ഇതായ സ്ഥിതിക്ക് അത് പോസ്റ്റ്പോൺ ചെയ്യുകയും അത് കാരണം നമുക്ക് കുറച്ചും കൂടെ ഒരു സമയം കിട്ടി ഒന്നുകൂടെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാനും. അപ്പൊ പ്രിപ്പറേഷൻ തുടങ്ങിയ ആൾക്കാർക്ക് തന്നെ കുറച്ചും കൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നല്ലോണം പ്രിപ്പയർ ചെയ്യാമെന്ന് എക്സാമിനോട് അടുത്ത് തോന്നിക്കാണും. അപ്പം ആ ഒരു തോന്നൽ വന്ന ആൾക്കാരൊക്കെ പരമാവധി എന്ത് ചെയ്യുക, അതേ ഇന്റൻസിറ്റിയോടെ എക്സാം നാളെയാണ് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാണ് എന്നുള്ള അതേ ഇന്റൻസിറ്റിയോടെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്കറിയാം എന്താണ് ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഒരു ഇത് തന്നെയാണ് സിവിൽ എഞ്ചിനീയറിംഗിലെ ഒരു BSc എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പം നമുക്കറിയാം ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ് നല്ല രീതിയിൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് ഓവർസിയർ ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാമിന്റെ ആദ്യത്തെ സെക്ഷനാണ് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബേസിക് ആയിട്ട് ഒരു സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നതാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് അല്ലെ. അവിടുത്തെ നൊട്ടേഷൻസും കാര്യങ്ങളൊക്കെ അതൊരു ലാംഗ്വേജ് ആണ് അല്ലെ. അവിടുത്തെ സിമ്പിൾസും കാര്യങ്ങളെല്ലാം നമ്മൾ വായിച്ചെടുക്കുക, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന ആ ഒരു സബ്ജക്റ്റ് ആണ് ഇത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. ഓക്കെ, സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ് ഇത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. അപ്പം അതിന്റെ തന്നെ കുറച്ചുകൂടെ ബേസിലേക്കാണ് നമ്മൾ പോകുന്നത്, കർവ്സ്. ഓക്കെ, കർവ്സ് നമ്മൾ ഗ്രാഫിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ഇയറിലെ ഗ്രാഫിക്സിലൊക്കെയാണ് നമ്മൾ ഈ കർവ്സിനെ കുറിച്ച് പഠിച്ചത്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു സെഷൻസിലൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കർവ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കോണിക് സെക്ഷൻസ് ഉണ്ട്, സ്പൈറൽ, റോളറ്റ്സ്, ഇൻവലൂട്ട്, ഹെലിക്സ് ആൻഡ് എവലൂട്ട്. അപ്പം ഇതിനകത്ത് ഓരോന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. കോണിക് സെക്ഷൻ, സ്പൈറല്, റോളറ്റ്സ്, ഇൻവലൂട്ട്, ഹെലിക്സ് ആൻഡ് എവലൂട്ട്. ഇപ്പം ഓരോന്നിനും കേട്ടിട്ടുണ്ടാവാം, കുറെ കാര്യങ്ങളൊക്കെ അറിയാം, കുറെ എണ്ണം നമുക്ക് എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും. എന്നാലും നമുക്ക് ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തേത് കോണിക് സെക്ഷൻ. എന്താണ് കോണിക് സെക്ഷൻ? നിങ്ങൾക്ക് ചാറ്റായിട്ട് പറയാട്ടോ, എന്താണ് ഒരു കോണിക് സെക്ഷൻ? ഇപ്പൊ ഇതിനകത്ത് കാണുന്ന ഫിഗറിൽ നിന്ന് നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. കോണിക് സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സർക്കിള്, എലിപ്സ്, ഹൈപ്പർബോള, പരാബോള എന്നൊക്കെ കിട്ടും. പക്ഷെ എന്താണ് ശരിക്കും ഒരു കോണിക് സെക്ഷൻ എന്ന് പറയുന്നത്? ഒരു പ്ലെയിൻ, ആ പ്ലെയിൻ ഒരു കോണിനെ കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഓരോ സെക്ഷൻസിനാണ്, ആ പ്ലെയിനിന്റെ ഇൻക്ലിനേഷനും അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് ഒരു കോണിനെ കട്ട് ചെയ്യുന്നതനുസരിച്ച് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ രൂപപ്പെടുന്ന സെക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോണിക് സെക്ഷൻ. ഒരു കോണിൽ നിന്നാണ് അത് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഓരോ സെക്ഷൻസും കാണുന്നുണ്ട്. ഇതൊക്കെ കോണാണ്, അതിനകത്തൊരു കട്ടിംഗ് പ്ലെയിൻ വരുന്നുണ്ട്. അപ്പം അതും ഈ കോണും നമ്മൾ ഏത് രീതിയിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കോണിനെ ഏത് രീതിയിലാണോ അത് കട്ട് ചെയ്യുന്നത് അതനുസരിച്ചാണ് നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ഓരോ സെക്ഷൻസും രൂപപ്പെടുക. പേരുകൾ അറിയാലോ, സർക്കിൾ ഉണ്ട്, എലിപ്സ് ഉണ്ട്, പാരാബോള ഉണ്ട്, ഹൈപ്പർബോള. ഈ 4 കോണിക് സെക്ഷനെ കുറിച്ചാണ് നമുക്ക് കൂടുതലായിട്ടും പഠിക്കാനുള്ളത് അല്ലെ. അപ്പം ഇതിനകത്ത് ആദ്യം തന്നെ നമുക്ക് കോണിന്റെ കുറച്ച് പാർട്സ് ഒന്ന് പഠിക്കാം. ഈ കോണിന്റെ ഏറ്റവും മേലുള്ള ഈ ഒരു പോർഷൻ നമ്മൾ എന്നാ പറയുന്നത്? കോണിന്റെ ഈ ടോപ്പ് പോർഷനെയാണ് നമ്മൾ അപ്പെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കോണിന്റെ ഏറ്റവും ബോട്ടം പോർഷൻ, ഈ ഒരു അടിഭാഗത്തിലാണ് നമ്മൾ എന്ത് പറയാ? ബേസ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പെക്സും ബേസും. ഇനി ഈ കോണിൽ നിന്ന് ഈ ബേസിലേക്ക് ജോയിൻ ചെയ്യുന്ന ഈ ഒരു ലൈൻ, അതിന്റെ പേരെന്താ? അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ചെറിയൊരു വളവ് കാണാനുണ്ടെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. എന്താണ് ആ ഒരു ലൈനിന്റെ പേര്? ജനറേറ്റർ. ഈ ഒരു കോണിന്റെ അപ്പെക്സിൽ നിന്ന് ഇതിന്റെ സെന്ററിലേക്ക് പോകുന്ന ആ ഒരു ലൈനാണ് അതിന്റെ ആക്സിസ് കേട്ടോ. അതിന് ചുറ്റുമായിരിക്കും ഇതിന്റെ ബേസ് ഉണ്ടാവുക. ഇതാണ് അതിന്റെ ആക്സിസ്. ഇനി ഈ അപ്പെക്സ് മുതൽ ഈ ബേസ് വരെയുള്ള ഈ ഒരു ജനറേറ്ററിന്റെ ലെങ്ത് ആണ് നമ്മൾ അതിനകത്ത് സ്ലാന്റ് ലെങ്ത് ആയിട്ട് പറയുന്നത്, സ്ലാന്റ് ഹൈറ്റ്. ഓക്കെ, സ്ലാന്റ് ഹൈറ്റ്. അപ്പൊ ഹൈറ്റ് ഓഫ് ദി കോൺ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു വെർട്ടെക്സിന്റെ ഹൈറ്റ് ആയിരിക്കും ബേസ് മുതൽ അപ്പെക്സ് വരെയുള്ള. സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ ജനറേറ്റേഴ്സിൽ കൂടെയുള്ള അതിന്റെ ഹൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സ്ലാന്റ് ലെങ്ത് ആണ് അവിടുത്തെ ആ ഒരു സ്ലാന്റ് ഹൈറ്റ് ആയിട്ട് നമ്മൾ വരുന്നത്. ജനറേറ്റേഴ്സിന്റെ അപ്പെക്സ് മുതൽ ബേസ് വരെയുള്ള ലെങ്ത്. ഓക്കെ, ഇനി ഇതിന്റെ ഏറ്റവും ടോപ്പ് പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പെക്സ്. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു ടേം ആണ് എന്ത്? വെർട്ടെക്സ്. ഒരു കോൺ അല്ലെങ്കിൽ ഒരു
ഷേപ്പ്, ഒരു ജിയോമെട്രിക്കൽ ഷേപ്പ് ഒരു പർട്ടിക്കുലർ പോയിന്റിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുവാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പോയിന്റിലേക്ക് വന്നത് കൂടി ചേരുവാണെന്ന് വിചാരിക്കുക. ആ ഒരു പോയിന്റാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ വേണമെന്ന് എഴുതാം. ഇത് പോയിന്റ് അപ്പെക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് കോണിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർഷനാണ് നമ്മൾ അപ്പെക്സ് എന്ന് പറയുന്നത്. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ അത് പല ജോമെട്രിക്കൽ ഫിഗേഴ്സിൽ നമ്മൾ ഈ ഒരു വെർട്ടെക്സ് എന്താണെന്ന് പഠിക്കേണ്ടി വരും. ഇപ്പോ പാരബോളിക് വെർട്ടെക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈപ്പർബോളിക് ഒക്കെ വെർട്ടെക്സ് ഉണ്ട്. അപ്പൊ ആ വെർട്ടെക്സിന് സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ് പറയുന്നത്. അബൌട്ട് വിച്ച് ദി പോയിന്റ് അബൌട്ട് വിച്ച് ദി കർവ്ഡ് ഷേപ്പ് റൊട്ടേറ്റ്സ്, അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ആംഗുലർ പോയിന്റ് ഓഫ് ദി കർവ്, ഇതൊക്കെയാണ് എന്ത് വെർട്ടെക്സ് ആയിട്ട് വരും. അപ്പം ഇതിനകത്ത് ഈ ഒരു ഡെഫിനേഷൻ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഓരോ കട്ടിങ്ങും അതിനായിട്ടുണ്ടാകുന്ന ഷേപ്പുകളൊന്നും നോക്കാം. ഏറ്റവും ആദ്യത്തേത് എന്ന് പറയുന്നത് ഈ ഒരു കോണിനെ അതിന്റെ ബേസിന് പാരലൽ ആയിട്ട് ഒരു പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുവാണെങ്കിൽ ഫോം ചെയ്യുന്ന കോണിക് സെക്ഷൻ ഏതാണ്? when the plane is parallel to the base of the cone. എല്ലാരും ഒന്ന് പറയോ? പറയത്തില്ല, എല്ലാരും തിരക്ക് പിടിച്ചുള്ള എഴുത്തായിരിക്കും അല്ലേ? ഓക്കെ, ഇതിന്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, അപ്പൊ പരമാവധി ഒന്ന് ഇന്ററാക്ട് ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞേക്കുന്നതാണ് എന്താണ് നമ്മുടെ ബേസിന്, കോണിന്റെ ബേസിന് പാരലൽ ആയിട്ടാണ് നമ്മുടെ പ്ലെയിൻ, ആ ഒരു കട്ടിംഗ് പ്ലെയിൻ ഉള്ളതെങ്കിൽ ഫോം ചെയ്യുന്ന കോണിക് സെക്ഷൻ ആണെന്ത്? സർക്കിൾ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം, സിമ്പിൾ ആയിട്ട് എത്രയും മനസ്സിലാക്കിയാൽ മതി, ഒരുപാട് അതിനകത്ത് ഡെക്കറേഷൻ ഒന്നും വേണ്ട. when the cutting plane is placed parallel to the base of the cone. ഡെഫിനിഷൻ എഴുതണോ? cutting plane parallel to the base. ഓക്കെ, ഇവിടെ നമുക്കൊരു സർക്കിൾ കാണാം. ആ സർക്കിളിന്റെ സെന്റർ ആണ് ഈ കാണുന്ന പോയിന്റ്. ഓക്കെ, ആ സർക്കിളിന്റെ സെന്റർ ആണ് ഇവിടെ കാണുന്നത്. ഈ സെന്ററിൽ നിന്ന് ഇതിന്റെ സർക്കംഫറൻസിലേക്കുള്ള ആ ഒരു ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫ്രം ദി സെന്റർ ടു ദി സർക്കംഫറൻസ്. സെന്റർ അറിയാം, സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ ആ ഒരു പെരിഫറി, ആ ഒരു സർക്കിളിന്റെ പെരിഫറി ആണ് നമ്മൾ സർക്കംഫറൻസ് ആയിട്ട് പറയുന്നത്. അപ്പം സെന്റർ മുതൽ പെരിഫറിയോടുള്ള ആ ഒരു ഷോർട്ടസ്റ്റ് ലെങ്ത് ആയിരിക്കും എന്ത്? റേഡിയസ്. ഓക്കെ, റേഡിയസ് ഇപ്പം 6 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ എന്താണ്? ലാർജസ്റ്റ് കോഡ്, അതായത് കോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കോഡ്, ഒരു ഫിഗറിന്റെ അല്ലെങ്കിൽ ഒരു കർവിന്റെ രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡ് എന്ന് പറയുന്നത്. ഇതൊരു കോഡാണ്. ഓക്കെ, ഒരു കർവിന്റെ രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കോഡ്. ഈ ഒരു സർക്കിളിന്റെ ലോങ്സ്റ്റ് കോഡായിരിക്കും എന്ത്? അതിന്റെ ഡയമീറ്റർ. കാരണം ഇതിനേക്കാളും വലിയൊരു ലൈൻ അതിനകത്ത് ഉണ്ടാവില്ല. അപ്പം ലോങ്സ്റ്റ് കോഡ് ഓഫ് ദി സർക്കിൾ ആയിരിക്കും എന്ത്? ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് പറയുന്നത് 2 ഇൻറ്റു റേഡിയസ് ആയിരിക്കും. ഇനി ഇതിന്റെ ചുറ്റളവ്, സർക്കംഫറൻസ്, എന്ന് പറയുന്നത് 2πr. ഏരിയ പൈ r സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് π/4 ഇൻറ്റു d സ്ക്വയർ. ഓക്കെ, ഇതൊക്കെ ഈ അടുത്തൊരു ഇതിനകത്തൊക്കെ ഇത് ചോദിച്ചതായിരുന്നു, ഏരിയ എന്നൊക്കെ പറഞ്ഞു. അപ്പം അതൊക്കെ അറിയാം, എന്നാലും അതങ്ങ് പറഞ്ഞു പോയെന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിക്കാം, ഒരു സർക്കിളിന്റെ ഇക്വേഷൻ കൂടെ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് h,k ആണ് എങ്കിൽ അതിന്റെ റേഡിയസ് r ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ, ഓക്കെ, അപ്പം നോർമലായിട്ട് ഒറിജിനിൽ കൂടെയാണ് സർക്കിൾ പോകുന്നതെങ്കിൽ നമ്മൾ എഴുതാറുള്ളത് x² + y² = r². അത് ഓർത്താലും മതി. ഇനി ഇപ്പം ഒരു ജനറൽ ആയിട്ട് അതിന്റെ സെന്റർ h,k എന്ന് പറയുവാണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി x - h² + y - k² = r². അപ്പം ഇതിനകത്ത് ഒറിജിൻ ആണെങ്കിൽ h ഉം k യും 0 0 ആയതുകൊണ്ടാണ് നമുക്ക് x² + y² = r² എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് പോയത്. അപ്പം ഇതാണ് എന്ത്? ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. ഓക്കെ, മെയിൻ ആയിട്ട് നമുക്ക് സർക്കിളിൽ നിന്ന് അത്രയും കാര്യങ്ങളൊന്നും ഓർത്താൽ മതി. ഇത് എല്ലാവർക്കും തന്നെ അറിയേണ്ടതാണ്, പ്രശ്നമൊന്നുമില്ല. അടുത്ത രണ്ടാമത്തായിട്ട് എലിപ്സ്.
എലിപ്സ് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ നമ്മളൊരു കോണിനെ കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ ഒരു കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് ബേസിന് ഇൻക്ലൈൻഡ് ആയിരിക്കും. നേരത്തെ ബേസിന് പാരലൽ ആയിരുന്നു, ഇവിടെ ഒരു കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് ബേസിന് ഇൻക്ലൈൻഡ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കണം, ഇൻക്ലൈൻഡ് ആയാൽ മാത്രം പോരാ, അത് എല്ലാ ജനറേറ്റേഴ്സിനെയും ടച്ച് ചെയ്യാൻ വേണം, എല്ലാ ജനറേറ്റേഴ്സിനെയും അത് കട്ട് ചെയ്യാൻ വേണം. അങ്ങനെ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ആ ഒരു പ്ലെയിൻ കാരണം ഉണ്ടാകുന്ന ഒരു സെക്ഷനാണ് എന്ത്? എലിപ്സ്. മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്യണോ? ഡെഫിനേഷൻ എഴുതാം. കട്ടിംഗ് പ്ലെയിൻ inclined to the base and cut all the generators. അത്തരം ഒരു കോണിക് സെക്ഷൻ, അങ്ങനെ ഫോം ചെയ്യുന്ന ആ ഒരു കോണിക് സെക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? എലിപ്സ് എന്ന് പറയുന്നത്. അപ്പം എലിപ്സിലും ഇതേപോലെ തന്നെ ഇപ്പം നമുക്ക് ഇവിടെ ഒരു എലിപ്സ് കാണാം. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് കാര്യങ്ങളൂടെ ഒന്ന് നോക്കാം. ഈ കാണുന്നത് എലിപ്സിന്റെ മേജർ ആക്സിസ് ആയിരിക്കും, ഇതതിന്റെ മൈനർ ആക്സിസ്. ഓക്കെ, ഇവിടെ ഒരു ഫോക്കസ് ഉണ്ട്, ഇവിടെ ഒരു ഫോക്കസ് ഉണ്ട്. ഈ മേജർ ആക്സിസും എലിപ്സും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആണ് മേജർ ആക്സിസ്. മേജർ ആക്സിസ് എന്ന് പറഞ്ഞത് ഇത് മൈനർ ആക്സിസ്. ഞാൻ പറഞ്ഞു മേജർ ആക്സിസും ഈ ഒരു എലിപ്സും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഈ പോയിന്റ് ഇതതിന്റെ ഫോക്കസ് ആണ്, F1ഉം F2. അപ്പൊ ഇവിടെ രണ്ട് ഫോക്കസ് ഉണ്ട്, രണ്ട് വെർട്ടെക്സ് ഉണ്ട് എന്നൊന്ന് ഓർക്കുക. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ എലിപ്സിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് P, ഇവിടെ നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റ് P എടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് F1, ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് PF2. ഓക്കെ, ഇതിനെ ഞാൻ X1 Y1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇനി വേറൊരു പോയിന്റ് P2, അതിനകത്തുള്ളത് X2ഉം Y2. ഈ ഒരു എലിപ്സിന്റെ ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസുകളുടെ സം എപ്പോഴും എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. അതായത് ഇപ്പം X1 പ്ലസ് Y1 ഈക്വൽ ടു ഒരു പർട്ടിക്കുലർ വാല്യൂ, സപ്പോസ് K ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ X2 പ്ലസ് Y2 വിൽ ബി ഓൾസോ ഈക്വൽ ടു K. ആ പോയിന്റ് Pയിൽ നിന്ന് F1ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് X1, പോയിന്റ് Pയിൽ നിന്ന് F2ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് Y1. അതിന്റെ സം, അത് ഏത് പോയിന്റ് എടുത്താലും അതേ വാല്യൂ തന്നെ കിട്ടണം. ഓക്കെ, ഓക്കെ ആണോ? ജസ്റ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ സം ഓഫ് ഡിസ്റ്റൻസസ് ഫ്രം എ പോയിന്റ് on the ellipse to the focus will always remain constant. Okay അല്ലേ? റെഡി. ഇനി അടുത്തതായിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിന്റെ പേര് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആ ലൈനിന്റെ പേര് ഡയറക്ട്രിക്സ്. ഓക്കെ, ഡയറക്ട്രിക്സ്. ഈ ഡയറക്ട്രിക്സിന്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു കൺസെപ്റ്റ് എന്താണ്? നമ്മൾ എസെൻട്രിസിറ്റി എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? എസെൻട്രിസിറ്റി E. ഓക്കെ, എല്ലാ കോണിക് സെക്ഷന്റെയും എസെൻട്രിസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. എക്സെൻട്രിസിറ്റി എന്ന് പറയുമ്പോൾ എന്താ? നിങ്ങൾ ആരും എന്താ മിണ്ടാത്ത? ഫോൺ കയ്യിലെടുത്ത് കഴിഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞേ, എന്താണ് എസെൻട്രിസിറ്റി എന്ന് വെച്ചാൽ? ഓക്കെ, നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റ്, ഈ പോയിന്റിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ലെങ്ത് ഡിവൈഡഡ് ബൈ ഈ പോയിന്റിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ലെങ്ത്, ഈ ഒരു റേഷ്യോനാണ് നമ്മൾ എന്ത് പറയുന്നത്? എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എസെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു ദി
distance of a point from the focus divided by distance of a point from the directrix. അതായത് ഒരു പർട്ടിക്കുലർ ഫോക്കസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്, ഇതൊരു ലൈനാണ്. എസെൻട്രിസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് എല്ലാ കേസിലും തന്നെ ഒരു പോയിന്റിലും ഒരു ലൈനിലേക്കുമുള്ള ഡിസ്റ്റൻസിന്റെ ഒരു റേഷ്യോ ആണ്. ഇൻ ടേംസ് ഓഫ് കോണിക് സെക്ഷൻസ് അത് ഡയറക്ട്രിക്സിലേക്കുള്ള ലെങ്ത്തും ഫോക്കസിലേക്കുള്ള ലെങ്ത്തിന്റെയും കൂടെ റേഷ്യോ ആണ് കേട്ടോ. അപ്പം എലിപ്സിന്റെ കാര്യത്തിൽ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ എസെൻട്രിസിറ്റിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കണം? എസെൻട്രിസിറ്റിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കണം? ഈ ഷുഡ് ബി ഓൾവേസ് ലെസ് ദാൻ 1. ഓക്കെ, എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഷുഡ് ബി ഓൾവേസ് ലെസ് ദാൻ 1. ഓക്കെ, ഇനി ജസ്റ്റ് ഞാൻ ഇതിന്റെ ഒരു ജനറൽ ഇക്വേഷൻ കൂടെ ഒന്ന് എഴുതിയിട്ട് അത് അവസാനിപ്പിക്കാം. ഇക്വേഷൻ എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇതിനകത്ത് പ്ലസ് ആ വരിക, അതായത് എക്സ് മൈനസ് എച്ച് whole square divided by a square plus y minus k whole square divided by b square is equal to 1. ഞാൻ ഉദ്ദേശിക്കുന്ന പ്ലസ് എന്ന് പറയുന്നത് ഇത് പ്ലസ് ആയിട്ട് വരും. ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത് h, k. മേജർ ആക്സിസ് എന്ന് പറയുന്നത് 2a. മൈനർ ആക്സിസ് എന്ന് പറയുന്നത് 2b. ഇതെല്ലാം ഇതിൽ നിന്ന് വന്നെയാണ്. ഓക്കെ, സപ്പോസ് അതിന്റെ സെന്റർ 0 0 ആണെങ്കിൽ എത്ര വരിക? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു വരും. ഓക്കെ, റെഡി. അപ്പം എലിപ്സിന്റെ കേസിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഒന്ന് ഓർക്കാനുള്ളത്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ജസ്റ്റ് ഇപ്പൊ നമുക്കിവിടെ മേജർ ആക്സിസ് ഡയമീറ്റർ ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു സർക്കിൾ, അത്ര ശരിയായില്ല. ഓക്കെ, ഈ സർക്കിളിന്റെ പേര് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ? എന്താ സർക്കിളിന്റെ പേര്? ഒരാളും ഉണ്ടൂല അല്ലെ? ഓക്സിലറി സർക്കിൾ ആണ് കേട്ടോ. ഇതൊരു സർക്കിളിന്റെ പകുതി ആയിട്ടുള്ളൂ. ഓക്കെ, ഓക്സിലറി സർക്കിൾ. ഓക്കെ, അതായത് മേജർ ആക്സിസ് ഡയമീറ്റർ ആയിട്ട് ഫോം ചെയ്യുന്ന ആ ഒരു സർക്കിൾ, ഇതിനാണ് നമ്മൾ ഓക്സിലറി സർക്കിൾ എന്ന് പറയുന്നത്. സർക്കിൾ ഫോംഡ് വിത്ത് മേജർ ആക്സിസ് ആസ് ഡയമീറ്റർ. ഇനി നമ്മള് മെത്തേഡ്സ് ഓഫ് ഡ്രോയിങ് എലിപ്സും കൂടെ ജസ്റ്റ് ആ പേരുകൾ മാത്രം ഒന്ന് ഇതാക്കുക. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണല്ലോ നമുക്ക് വരിക, അപ്പൊ ആ പേരുകൾ മാത്രം വേണമെന്ന് നോട്ട് ചെയ്യാം. ദിസ് ഐസോ സർക്കിൾ മെത്തേഡ്, രണ്ടാമതായിട്ട് ആർക്ക് മെത്തേഡ്, ഒരെണ്ണം കൂടെ ഉണ്ട് സെന്റർ മെത്തേഡ്. ഓക്കെ, ഈ പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തേക്കുക. ഐസോ സർക്കിൾ മെത്തേഡും ആർക്ക് മെത്തേഡും അതുപോലെ തന്നെ സെന്റർ മെത്തേഡും. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ കോണിക് സെക്ഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് അപ്പൊ നമ്മൾ സർക്കിളായി എലിപ്സ് ആയിട്ടോ. അടുത്തത് പാരാബോള. ഓക്കെ, സോറി ഒരു സെക്കൻഡ്. അതായത് പാരാബോള എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ജനറേറ്ററിലെ ഈ ഒരു ജനറേറ്ററിന് പാരലൽ ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. പാരാബോള എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു ജനറേറ്റർ അല്ലേ, ഈ ഒരു ജനറേറ്ററിന് പാരലൽ ആയിട്ടാണ് നമ്മൾ കട്ടിംഗ് പ്ലെയിൻ പ്ലേസ് ചെയ്തതെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ഈ ലൈനും ഈ ഒരു പ്ലെയിനും പാരലൽ ആയിട്ടാണ് വന്നേക്കുന്നത്. അത്തരം ഒരു സിറ്റുവേഷനിലാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഫോം ചെയ്ത ആ ഒരു കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരാബോള എന്ന് പറയുന്നത്. ഓക്കെ, കട്ടിംഗ് പ്ലെയിൻ പാരലൽ ടു ദി parallel to one of the generator, ഏതെങ്കിലും ഒരു ജനറേറ്ററിന് one of the
ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. ഇവിടെ വൺ ഓഫ് ദി ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കോണിന് എത്ര ജനറേറ്റേഴ്സ് ഉണ്ടാവാം? ഒരു കോണിന് എത്ര ജനറേറ്റേഴ്സ് ഉണ്ടാവാം? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. ഞാൻ പോളിംഗ് ഓൺ ചെയ്യാം. അപ്പൊ അതിനകത്തൂടെ തന്നെ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് പോളിംഗ് കാണാം, അതിനകത്തുനിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ വോട്ട് ചെയ്യാം. ഓക്കെ, 2 ആൾക്കാരെ ചെയ്തിട്ടുള്ളൂ, ബാക്കി ആൾക്കാരും കൂടെ പറഞ്ഞു. ഓക്കെ, 3 ആൾക്കാർ ആൻസർ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളവർ മിണ്ടൂല. ഓക്കെ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് ആണ് കേട്ടോ. ഇൻഫിനിറ്റ് നമ്പേഴ്സ്, അതായത് ഒരു പർട്ടിക്കുലർ ഒരു കർവ് ആണ് ഇങ്ങനെ അല്ലെ, ഇതിനകത്തേക്ക് ഓരോന്നിലേക്കും എന്താണ് ഇങ്ങനെ ലൈൻ പോകുന്നുണ്ട്. അപ്പൊ എത്ര ലൈൻസ് ഉണ്ടാവും അവിടെ? ആ ഓരോ ലൈനുമാണ് ജനറേറ്റർ. അപ്പം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസ് ഉണ്ടാവും. ഈ അപ്പെക്സിനെയും ബേസിനെയും കൂടെ കണക്ട് ചെയ്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പം ജനറേറ്റർ എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു ജനറേറ്ററിന് പാരലൽ ആയിട്ട് നമ്മൾ പ്ലെയിൻ വെക്കുവാണെങ്കിൽ അങ്ങനെ ഫോം ചെയ്യുന്ന ആ ഒരു കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്കെ, പാരബോള എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു പാരബോള കാണാം. പാരബോളന്റെ ഇക്വേഷൻ എന്താണെന്ന് ഓർമ്മയുണ്ടോ? y² = 4ax. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. y² = 4ax. ഇതിനകത്ത് ഇപ്പം ഇത് ഒറിജിനിൽ കൂടെ പോവുകയാണെങ്കിലാണ് എക്സിന്റെയും വൈന്റെയും വാല്യൂ മാറുവാണെങ്കിൽ y - k² = 4a × x - h എന്ന് പറഞ്ഞ് ഇക്വേഷൻ എങ്ങനെ മാറും? ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ പണ്ട് കേട്ടിട്ടുണ്ടാവാം, മറന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് റിവൈസ് ആവാനാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് കാണാം, ഇതാണ് അതിന്റെ വെർട്ടെക്സ്, അതുപോലെ തന്നെ ഫോക്കസും ഉണ്ട്. ഓക്കെ, ഈ ഒരു ഭാഗത്തായിട്ട് എന്തുകൂടെ ഉണ്ടാവാം? ഡയറക്ട്രിക്സ് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ലെങ്ത് ഇതും ഫോക്കസിലേക്കുള്ള ലെങ്ത് ഇതും. ഇത് A1, ഇത് A2. അപ്പം A1/A2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എസെൻട്രിസിറ്റി E അല്ലെ? Distance from a particular point to the focus to that of the directrix. അപ്പം പാരബോളന്റെ കേസിൽ എപ്പോഴും എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് will be equal to 1. അതായത് ഇവിടെ A1 ഉം A2 ഉം എന്തായിട്ട് തന്നെ വരണം? A1 = A2 ആയിട്ട് വരണം. റെഡി? ഇനി നോക്കാനുള്ളത്, നമ്മൾ അതിന്റെ ജനറൽ ആയിട്ട് ഒരു ഇക്വേഷൻ നോക്കി, ഡയറക്ട്രിക്സ് എന്താന്ന് കണ്ടു. ഇനി ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോഡ്, ഈ കാണുന്നത് ഒരു കോഡാണല്ലോ. 2 പോയിന്റിനെ തമ്മിൽ കണക്ട് ചെയ്ത്, ഒരു കർവിന്റെ 2 പോയിന്റിനെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു ലൈൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡ് എന്ന് പറയുന്നത് അല്ലെ? ഇനി ഈ കോഡ് ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? എ കോഡ് പാസ് ത്രൂ ദി ഫോക്കസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫോക്കൽ കോഡ് എന്ന് പറയുന്നത്. A code which passes through the focus. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോക്കൽ കോഡ് എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് നോക്കുക, ഈ ഫോക്കൽ കോഡ് ഈ ഒരു മേജർ ആക്സിസിന് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ, ഇതിന് ട്രാൻസ്വേഴ്സ് ആക്സിസ് അങ്ങനെ വേണ്ട, ജസ്റ്റ് ആ ഒരു ആക്സിസ് മാത്രം ഓർത്താൽ മതി. ഈ ഒരു ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? അതായത് ഇങ്ങനെ ഇരിക്കും നമ്മുടെ ഫോക്കൽ കോഡ്, പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ്. അതിനാണ് നമ്മൾ എന്ത് പറയാ? ലാറ്റസ് റെക്ടം എന്ന് പറയാം. A focal chord perpendicular to the axis. Perpendicular to the axis. Ready? ഇനി ഒന്നുകൂടെ ഉണ്ട്. ഈ ഒരു ആക്സിസിൽ നിന്ന് ഒരു പോയിന്റിലേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. ആക്സിസിൽ നിന്നുള്ള ഈ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഈ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. അത് തന്നെ താഴേക്ക് നമ്മൾ എടുക്കുവാണെങ്കിൽ, അതായത് ഈ ഒരു ജസ്റ്റ് ഈ ഒരു ആക്സിസിൽ നിന്ന് 2 സൈഡിലേക്കും നമ്മൾ
ലെങ്ത് എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ വരച്ചേക്കുന്ന ഒരു ഡബിൾ ഓർഡിനേറ്റ് ആണ്. ഈ കാണുന്നതും ഒരു ഡബിൾ ഓർഡിനേറ്റ് ആണ്, പെർപെൻഡിക്കുലർ ആണ്. ആക്സിസിന് എപ്പോഴും അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി സപ്പോസ് നമ്മൾ ഫോക്കസിൽ കൂടെ ഒരു ഡബിൾ ഓർഡിനേറ്റ് വരച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് തന്നെയായിട്ട് വരും? അതെന്ത് തന്നെയായിട്ട് വരും? പറഞ്ഞേ, ചാറ്റായിട്ട് പറഞ്ഞേ. എന്തിനായിട്ട് വരും? ലാറ്റസ് റെക്റ്റം ആയിട്ട് തന്നെ വരണം അല്ലെ? ഡബിൾ ഓർഡിനേറ്റ് അറ്റ് ദി ഫോക്കസ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ലാറ്റസ് റെക്റ്റം തന്നെ. അപ്പൊ ലാറ്റസ് റെക്റ്റം ശരിക്കും നമുക്ക് രണ്ട് ഡെഫിനേഷൻ വേണേൽ ഓർത്തിരിക്കാം. ഓക്കെ, രണ്ടും വരാം, തെറ്റിച്ചേക്കരുത് കേട്ടോ. ഓക്കെ, ഇനി ഓർഡിനേറ്റ് എന്താണെന്ന് എഴുതണോ? ഓർഡിനേറ്റ് എന്താണെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് from the axis of the parabola perpendicular distance from the axis of the parabola to the point. അതിനാണ് നമ്മൾ ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ അടുത്ത ആ ഒരു സെക്ഷനിലേക്ക് കൂടെ പോയി കണ്ടിന്യൂസ് ചെയ്ത് അടുത്ത ഒരു പോയിന്റിലേക്ക് ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. മൊത്തത്തിലുള്ള ഈ ഒരു ലെങ്ത് ഇങ്ങനെ മാർക്ക് ചെയ്താലും മതി. ഓക്കെ, ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഓക്കെ പറഞ്ഞേ. ഓക്കെ അല്ലേ? ഓക്കെ ഷാക്കിർ. ഓക്കെ, അടുത്തത് ഹൈപ്പർബോള. എന്താണ് ഹൈപ്പർബോള? ഞാൻ നേരത്തെ ഒരു ഡെഫിനിഷൻ പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ ഒന്നെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടോ അല്ലെങ്കിൽ ആക്സിസിന് പാരലൽ ആയിട്ടോ കൊടുക്കുകയാണ്. പക്ഷെ ഇത് ആക്സിസിന് പാസ് ചെയ്യുന്നില്ല, ആക്സിസിന്റെ ഒരു സൈഡിൽ മാത്രമേ ഇത് കട്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ അങ്ങനെയാണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈപ്പർബോള എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഇതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് കൂടെ അല്ലേ? ഈ ആക്സിസിനെ അത് കട്ട് ചെയ്യുന്നില്ല, ആക്സിസിന്റെ ഒരു സൈഡിൽ മാത്രം ഒന്നെങ്കിൽ ഇതേപോലെ പെർപെൻഡിക്കുലർ പാരലൽ ആയിട്ടോ അല്ലെങ്കിൽ ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടോ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈപ്പർബോള എന്ന് പറയുന്നത്. ഇപ്പം സപ്പോസ് ഇതൊരു കോണാണെങ്കിൽ ഇതിപ്പോ പാരലൽ ആയിട്ടാണ് ഇരിക്കുന്നത്, ഇതാണ് അതിന്റെ ആക്സിസ് അല്ലെ? ഇത്രയും ഭാഗമായിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ അത് എന്ത് തന്നെയാണ്? ഹൈപ്പർബോളയാണ്. അതായത് ആക്സിസിന് പാരലൽ ആയിട്ടോ പെർപെൻഡിക്കുലർ, പക്ഷെ ആക്സിസിന്റെ ഒരു സൈഡിൽ മാത്രമേ ഇത് കട്ട് ചെയ്യുന്നുള്ളൂ. ഡെഫിനിഷൻ എഴുതാം. ദി പ്ലെയിൻ ഈസ് പാരലൽ or inclined to the axis but cut the cone only on one side of the axis. ഓക്കെ, അതിനാണ് നമ്മൾ ഹൈപ്പർബോല എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമുക്കൊരു ഹൈപ്പർബോല കാണാം. ഇതിനകത്ത് തന്നെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ആക്സിസ് ഉണ്ട്, അതുപോലെ തന്നെ രണ്ടിന്റെയും അസിംപ്റ്റോട്ട് തമ്മിൽ തട്ടുന്ന ആ ഒരു പോയിന്റുമായിട്ട് വരുന്ന ഒരു വെർട്ടിക്കൽ ആക്സിസ് ഉണ്ട്. വൃത്തികേടായില്ലേ? ഓക്കെ, കുഴപ്പമില്ല. അപ്പം ഈ ഒരു ആക്സിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയുന്നത്. ഇത് കോൺജുഗേറ്റ് ആക്സിസ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് രണ്ട് ലൈൻ കാണാം. ഈ ലൈൻ കണ്ടില്ലേ? ഇതിനാണ് നമ്മൾ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. അസിംപ്റ്റോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും എ ലൈൻ വിച്ച് ഇന്റർസെക്ട് ദി കർവ്, ഈ കർവിനെ അത് ഇന്റർസെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു കർവിനെ ഏതാണ്ട് പാരലൽ ആയിട്ട് ഒരു ഇൻഫിനിറ്റിയിൽ എത്തുമ്പോഴത്തേക്കും എത്തുമെന്ന് പറയുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ചില കർവ് ഒക്കെ വരയ്ക്കാൻ നേരത്ത് ഇറ്റ് ടച്ചസ് ദി എക്സ് ആക്സിസ് അസിംപ്റ്റോട്ടിക്കലി എന്നൊക്കെ പറയുന്നില്ല. അതായത് ആ ഒരു ലൈൻ നമുക്ക് കാണുമ്പോൾ അത് തട്ടുന്നതായിട്ട് തോന്നുന്നില്ല, പക്ഷെ ഒരു ഇൻഫിനിറ്റ് അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് എത്തിയതിനു ശേഷം അത് നമ്മൾ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഈ രണ്ട് ലൈനും പാരലൽ ആയിട്ട് വരാം.
അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പർബോളയുടെ അസിംപ്ടോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജസ്റ്റ് അതിന്റെ ഇക്വേഷൻ കൂടെ ഒന്ന് എഴുതാം. ഇവിടെ മൈനസ് ആയിരിക്കും വരിക, അതായത് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഓക്കെ, ഗോവിൻസ് ഒന്നുകൂടെ പറയാം. അതായത് അസിംപ്ടോട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈൻ വെർട്ടെക്സിൽ നിന്ന് പോകുന്ന, അതായത് ഈ ഒരു കർവ് എന്ന് പറയുന്നത് ഈ ഒരു ചുവന്ന് കാണുന്ന ഈ ഒരു ലൈനാണ് അതിന്റെ കർവ്, അതായത് ഹൈപ്പർബോള എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതാണ് അതിന്റെ സെന്റർ. കോൺജുഗേറ്റ് ആക്സിസും ട്രാൻസ്വേഴ്സ് ആക്സിസും കൂടെ ടച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആണ് സെന്റർ. ഇത് വെർട്ടെക്സ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നോക്കുക, സെന്ററിൽ നിന്ന് നമ്മുടെ കർവിനെ തട്ടാണ്, അതായത് ഏതാണ്ട് അതിന് അടുത്ത് തന്നെ വരും, അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ ഈ പോയിന്റിനെ തട്ടുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസിംപ്ടോട്ട് എന്ന് പറയുന്നത്. അതായത് ഇവിടുന്ന് പോകുന്ന ഈ രണ്ട് ലൈൻസ് അറ്റ് 90 ഡിഗ്രി ആയിരിക്കും. കണ്ടില്ലേ, ഈ രണ്ട് ലൈൻസിനാണ് നമ്മൾ അസിംപ്ടോട്ട് എന്ന് പറയുന്നത്. അസിംപ്ടോട്ട് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, അത് ആ കർവിനെ നമ്മൾ കാണുമ്പോൾ തട്ടുന്നില്ല, ഇറ്റ് ഇന്റർസെക്ട് അറ്റ് ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ഇൻഫിനിറ്റിന്റെ എത്തുമ്പം ഈ കർവും നമ്മുടെ അസിംപ്ടോട്ടും എന്താണ്, പാരലൽ ആയിട്ട് വരും. അത്തരം ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസിംപ്ടോട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഈ ടാൻജന്റ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല സർക്കിളിന്റെ കേസിൽ, അതുപോലെ ഹൈപ്പർബോളയിൽ നമ്മൾ പറയുന്ന ഒരു ലൈനാണ് എന്ത്, അസിംപ്ടോട്ട്. ഓക്കെ, ടാൻജൻഷ്യലല്ല, ജസ്റ്റ് ഇത്രേ ഉള്ളൂ, അറ്റ് ഇന്റർസെക്ട് ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അതിൽ നിന്ന് നോക്കാനുള്ളത് ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ വരച്ചേക്കുന്നുണ്ട്, നമ്മുടെ പ്ലെയിൻ ആക്സിസിന് പാരലൽ ആണെങ്കിൽ, ഓക്കെ, അതായത് ഇവിടെ കാണുന്നത്, ഇവിടെ നമ്മുടെ ആക്സിസിന് പാരലൽ ആയിട്ട് നമ്മൾ ആ കട്ടിംഗ് പ്ലെയിൻ വെച്ചിരിക്കുന്നത്. ഇഫ് ദി ആക്സിസ് ഇസ് പാരലൽ, നമ്മൾ ആക്സിസ് പാരലൽ ആണെങ്കിൽ നമ്മൾ ആ കർവിനെ എന്ത് പറയും, റെക്ടാങ്കുലർ ഹൈപ്പർബോള. പിന്നെ ഓർക്കാനുള്ളത്, ഹൈപ്പർബോളന്റെ എസെൻട്രിസിറ്റി എത്രയായിരിക്കും, എസെൻട്രിസിറ്റി ഓഫ് ഹൈപ്പർബോള, ഹൈപ്പർ എന്ന് പറയുന്നത് കൂടുതലാണെന്ന് ഓർക്കാം, എസെൻട്രിസിറ്റി ഇസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹൈപ്പർബോളയിൽ നിന്നുള്ളത്. വെർട്ടെക്സ് കിട്ടി, സെന്റർ കിട്ടി, ഇവിടെ രണ്ട് ഫോക്കസ് ഉണ്ട് കേട്ടോ, ഫോക്കസ്. പിന്നെ ഓർത്തോളാം, ഇതിനകത്ത് എത്ര ഡയറക്ട്രിക്സ് ഉണ്ട്, ഡയറക്ട്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ എസെൻട്രിസിറ്റി എടുക്കാൻ ഉപയോഗിക്കുന്ന ലൈൻ ഇല്ലേ, ഇതിനകത്ത് 2 ഡയറക്ട്രിക്സ് ഉണ്ട് എന്നൊന്നും ഓർക്കുക, അത് കുറെ പേര് ചിലപ്പോൾ തെറ്റിച്ചിടും. ഇത് കോൺജുഗേറ്റ് ആക്സിസ് ആണ്, കോൺജുഗേറ്റ് ആക്സിസിന് മുമ്പായിട്ട് 2 ഡയറക്ട്രിക്സ് ഉണ്ട്, ഇതാണ് ഡയറക്ട്രിക്സ്. അപ്പം ഹൈപ്പർബോളിക് എന്തൊക്കെയുണ്ട്, 2 വെർട്ടെക്സ് ഉണ്ട്, 2 ഫോക്കസ് ഉണ്ട്, 2 ഡയറക്ട്രിക്സ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് നമ്മളിപ്പോൾ കോണിക് സെക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ടൈപ്പ് ഓഫ് കർവ് ആണ് എന്ത്, സ്പൈറൽ. ഓക്കെ, എന്താണ് സ്പൈറൽ? സ്പൈറൽ ബൈൻഡിങ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ, നമ്മൾ എന്താണ് ഇന്റേൺഷിപ്പും സർവേ ക്യാമ്പൊക്കെ വരുമ്പോൾ തന്നെ ചർച്ച ചെയ്യുന്ന സ്പൈറൽ ബൈൻഡിങ് വേണോ, സോഫ്റ്റ് ബൈൻഡിങ് വേണോ, ഹാർഡ് ബൈൻഡിങ്. അപ്പൊ എങ്കിലും നിങ്ങൾ ആ സ്പൈറൽ കണ്ടിട്ടുണ്ടാവും. സ്പൈറൽ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു ലൈൻ, ആ ലൈനിൽ നിന്ന് ഒരു പോയിന്റ് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് മേലേക്ക് മൂവ് ചെയ്യുവാണ്, ഒരു ലൈനിൽ നിന്ന് ഒരു പോയിന്റ് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് മേലേക്ക് മൂവ് ചെയ്യുവാണ്, അതേസമയം ഈ ഒരു ലൈൻ റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഫോം ചെയ്യുമ്പോഴത്തേക്കും ഈ പോയിന്റ് പോയ ആ ഒരു ലോക്കസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പൈറൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്യണേ, ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ എഴുതും. ഒരു ലൈൻ, ഓക്കെ, ഒരു പോയിന്റിനെ അബൌട്ടായിട്ട് നമ്മളൊരു അപ്പെക്സ് വെച്ച് പിടിച്ച ഈ ഒരു ലൈനെ, ഓക്കെ, അതിനകത്തൂടെ ഒരു പോയിന്റ് മേലേക്ക് പോവുകയാണ്, അതേസമയം ഈ ലൈൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ ഓരോ സമയത്തും ഈ പോയിന്റ് പാസ് ചെയ്ത ആ ഒരു ലോക്കസ് ഓഫ് ദാറ്റ് പോയിന്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പൈറൽ എന്ന് പറയുന്നത്. ലോക്കസ് ഓഫ് ദി പോയിന്റ്, locus of a point which is moving
along a line vertically when the line is rotating about a point. ഒരു പർട്ടിക്കുലർ പോയിന്റിന് അബൌട്ട് ആയിട്ട് ഈ ലൈൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. അത് ചിലപ്പം ആ ഒരു ലൈനിന്റെ എൻഡ് ആവാം, അല്ലെങ്കിൽ കുറച്ച് മേലെ ആയിരിക്കാം. ഇങ്ങനെ ഏതൊരു പോയിന്റിന് അബൌട്ട് ആയിട്ടും ഈ ഒരു ലൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു. അതിനകത്തൂടെ ആ പോയിന്റ് മുകളിലേക്ക് പാസും ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? ഈ ഏത് പോയിന്റ് അബൌട്ട് ആയിട്ടാണ് ഈ ഒരു ലൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിന് ഒരു പേരുണ്ട്, അറിയോ? പോൾ, POLE. Okay, point about with the spiral is rotating. Point about which the spiral is rotating. Okay, ഇപ്പൊ നമുക്ക് ഇവിടെ കാണാം, ഇതാണ് ആ ഒരു പോൾ അല്ലേ? ഇനി നമ്മൾ ഒരു ഇത്ര സമയം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ എത്തി എന്ന് വിചാരിക്കുക. ഇതാണ് പോള്. ഇത് അറ്റ് എ പർട്ടിക്കുലർ ടൈം നമ്മുടെ പോയിന്റിന്റെ ലൊക്കേഷൻ ആണ്. ഇതിനെ തമ്മിൽ വരയ്ക്കുന്ന ഈ ഒരു ലൈൻ ഒരു പേരുണ്ട്, അറിയോ? ദി ലൈൻ കണക്ടിങ് ദി പോയിന്റ് അറ്റ് എ പർട്ടിക്കുലർ ടൈം വിത്ത് ദി പോൾ. പറയോ? റേഡിയസ് വെക്റ്റർ. ഓക്കെ, radius vector. Okay, line connecting the position of the point and the pole at any instant. ഏത് സമയത്തെങ്കിലുമുള്ള പോയിന്റിന്റെ പൊസിഷനും നമ്മുടെ പോളും തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ് വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റേഡിയസ് വെക്റ്റർ വെർട്ടിക്കൽ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിളിനെ പറയുന്ന പേര്, അതായത് നമ്മുടെ ഇതൊരു വെക്ടറാണ്, ഒരു ലൈൻ. ആ ഒരു ലൈൻ നമ്മുടെ ആക്സിസുമായിട്ട് ഉണ്ടാകുന്ന ആ ഒരു, അല്ലെങ്കിൽ ആ ഒരു വെർട്ടിക്കലുമായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ആംഗിൾ, അതിനെയാണ് നമ്മൾ വെക്ടോറിയൽ ആംഗിൾ. വെക്ടോറിയൽ ആംഗിൾ. ഒരുപാട് കാര്യങ്ങളായി പോയോ? വെക്ടോറിയൽ ആംഗിൾ. ആംഗിൾ മെയ്ഡ് ബൈ ദി റേഡിയസ് വെക്ടർ വിത്ത് ദി വെർട്ടിക്കൽ. Angle made by the radius vector with the vertical. Okay, അപ്പോൾ ഇതാണ് നമുക്ക് സ്പൈറലിന്റെ ബേസിക് ആയിട്ടുള്ള ടേംസും കാര്യങ്ങളും. അപ്പോൾ സ്പൈറൽ എങ്ങനെയാ ഫോം ചെയ്യുന്നത് മനസ്സിലായി, അതിന്റെ പോൾ എന്താണ്, റേഡിയസ് വെക്ടർ എന്താണ്, വെക്ടോറിയൽ ആംഗിൾ എന്താണ് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഈ ഒരു സ്പൈറലിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനുണ്ട്, ആർക്കിമിഡിയൻ സ്പൈറലും ലോഗരിതമിക് സ്പൈറലും. ഇതിനകത്ത് ആർക്കിമിഡിയൻ സ്പൈറൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എന്താ മനസ്സിലാവുന്നത്? ആർക്കിമിഡിയൻ സ്പൈറൽ കാണുമ്പോൾ തന്നെ അത് ഏതാണ്ട് യൂണിഫോം ആണ്, അതിന്റെ ആ സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ ഏതാണ്ട് യൂണിഫോം ആണ് അല്ലെ? ലോഗരിതമിക് സ്പൈറൽ കാണുമ്പോഴോ അതിനകത്ത് രണ്ട് സ്പൈറൽസും തമ്മിൽ വരുന്ന ആ ഒരു സ്പേസിംഗ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ മാറുന്നുണ്ട്. അപ്പം ഇത് തമ്മിൽ ഉള്ള ആ ഒരു ഡിഫറൻസ് ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഫിഗറും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല വരില്ല, അതിനകത്തുള്ള ആ ഒരു പാരാമീറ്റേഴ്സ് മാത്രം നോക്കിയാൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റേഡിയസ് വെക്ടറും വെക്ടോറിയൽ ആംഗിളും എന്താണ് പറഞ്ഞു തന്നത്. അപ്പൊ ഏറ്റവും ആദ്യത്തെ ആർക്കിമിഡിയൻ സ്പൈറൽ, അത് ടൈപ്പ് 1 ആണ്. രണ്ടാമത്തത് ലോഗരിതമിക് സ്പൈറൽ. ആർക്കിമിഡിയൻ സ്പൈറൽ ആണെങ്കിൽ നമ്മുടെ റേഡിയസ് വെക്ടറും ആൻഡ് വെക്ടോറിയൽ ആംഗിളും എങ്ങനെയായിരിക്കും? വിൽ ബി ഇൻ AP, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിരിക്കും. അതായത്
റേഡിയസ് വെക്ടർ മാറുന്നത് 1, 2, 3 ആ ഒരു റേഞ്ച് ആയിരിക്കും. വെക്ടോറിയൽ ആംഗിൾ മാറുന്നത് 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി ആ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിരിക്കും ത്രൂ ഔട്ട് ഉണ്ടാവുക. അതേസമയം ലോഗരിതമിക് സ്പൈറൽ ആണെങ്കിൽ അവിടെ റേഡിയസ് വെക്ടർ എന്തായിരിക്കും? ഇൻ ജി പി ആയിരിക്കും. റേഡിയസ് വെക്ടർ ഇൻ ജോമെട്രിക് പ്രോഗ്രഷൻ. അതേസമയം വെക്ടോറിയൽ ആംഗിൾ എങ്ങനെയായിരിക്കും? വെക്ടോറിയൽ ആംഗിൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിരിക്കും. അതായത് ഇവിടെ 2, 4, 16 അങ്ങനെ 2, 4, 8, 16 അങ്ങനെ റേഞ്ചിൽ പോകും. ഇവിടെ 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി അങ്ങനെ ഒരു എ പിയിലായിരിക്കും പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ നോക്കുക. ടൈപ്സ് ഓഫ് സ്പൈറലും കൂടെ നോർത്തിരിക്കുക. അരിത്തമെറ്റിക് സ്പൈറലും ലോഗരിതമിക് സ്പൈറലും ആ പേരുകൾ അതിനകത്ത് വരുന്ന ആ ഒരു വ്യത്യാസം. ലോഗരിതമിക് ആണ് രണ്ടാമതായിട്ട് വന്നത്. റെഡി അല്ലേ? ഓക്കെ, അടുത്തത് റോലെറ്റ്സ്. അപ്പം റോലെറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ജനറേറ്റിംഗ് ലൈൻ അല്ലെങ്കിൽ ഒരു ജനറേറ്റിംഗ് സർക്കിൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഡയറക്റ്റിംഗ് സർക്കിളും അല്ലെങ്കിൽ ഒരു ഡയറക്റ്റിംഗ് ലൈനും ഉണ്ടാവും. അങ്ങനെ ഒരു പർട്ടിക്കുലർ സർക്കിളിൽ കൂടെ ഒരു പോയിന്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു അൺവൈൻഡിങ് ഒക്കെ സമയത്ത് ഫോം ചെയ്യുന്ന കുറച്ച്, അതായത് നമ്മളിപ്പോൾ കോണിക് സെക്ഷൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഈ ഒരു റോലെറ്റ്സ് വരുന്നത്. അതിനകത്ത് വരുന്ന മൂന്നെണ്ണമാണ് സൈക്ലോയിഡ്, ട്രക്കോയിഡ് ആൻഡ് ഇൻവല്യൂട്ട്. ഓക്കെ, അപ്പം സൈക്ലോയിഡും നമുക്ക് ട്രക്കോയിഡും ഏതാണ്ട് ഒരേ പോലെ തന്നെയാണ്, നമുക്ക് ഒരുമിച്ച് ഏതാണ്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, സൈക്ലോയിഡ്. ഓക്കെ, സൈക്ലോയിഡ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ലൈൻ ഇവിടെ കാണാം, ഒരു ലൈൻ, ഒരു സർക്കിളിന്റെ ഒരു പോയിന്റ്. ഓക്കെ, ഈ ഒരു ലൈനിൽ കൂടെ ഈ ഒരു സർക്കിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം വിത്തൗട്ട് സ്ലിപ്പ് ആവാണ്ട്. ഈ സർക്കിള് ഇതിനകത്തൂടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം, സെന്റർ മാറാണ്ട് ഇങ്ങനെ ഉരുളുവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് പോയ ആ ഒരു ലോക്കസ് ആണ് എന്ത്? സൈക്ലോയിഡ് എന്ന് വെച്ചാൽ ഒരു റൊട്ടേറ്റിംഗ് സർക്കിളിലെ ഒരു പോയിന്റ് പോയ ലോക്കസ് ഓഫ് ദി പോയിന്റ് റൊട്ടേറ്റിംഗ് അബൌട്ട് എ ലൈൻ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈക്ലോയിഡ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു സർക്കിളിന്റെ പേരാണ് ജനറേറ്റിംഗ് സർക്കിൾ. ജനറേറ്റിംഗ് സർക്കിൾ. ഇത് ആ ഉരുണ്ട ആ ഒരു ലൈനിന്റെ പേര്, ഒരു സ്ട്രെയിറ്റ് ലൈൻ കൂടെ അല്ല ഇത് ഉരുണ്ട, ആ ഒരു ലൈനിന്റെ പേരാണ് എന്ത്? ഡയറക്റ്റിംഗ് ലൈൻ. ഡയറക്റ്റിംഗ് ലൈൻ. ഇത്ര ഓക്കെ ആണോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓക്കെ ആണോ എന്ന് മാത്രം ചോദിക്കും, അത് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ശല്യം. സ്ലിപ്പ് ആവാണ്ട് ഒരു സർക്കിള് ഒരു ലൈനിൽ കൂടെ റോൾ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു പർട്ടിക്കുലർ പോയിന്റ് പോയ പോയിന്റിന്റെ ലോക്കസ് ആയിരിക്കും. ഒരു പോയിന്റ് പോയ ലോക്കസ്. ഓക്കെ, ഞാൻ ഡെഫിനിഷൻ എഴുതുന്നതായിരിക്കില്ല നല്ലത്. ഓക്കെ, ലോക്കസ് ഓഫ് പോയിന്റ് on the circumference of a circle, which rolls without slipping over a line. ഒരു ലൈനിന്റെ മേലെ കൂടെ സ്ലിപ്പ് ആവാണ്ട് ഒരു സർക്കിൾ പോകുമ്പോൾ ആ സർക്കിളെ ഒരു പർട്ടിക്കുലർ പോയിന്റ് പോയ ലോക്കസ് ട്രേസ് ചെയ്ത ആ ഒരു ലൊക്കേഷൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈക്ലോയിഡ് എന്ന് പറയുന്നത്. റെഡി? ഇപ്പൊ നമ്മൾ ഒരു ലൈനിന്റെ മേലെ കൂടെയാണ് പോയത് അല്ലെ. ഇനിയിപ്പം ഈ ഒരു സർക്കിളിന്റെ മേലെ കൂടെയാണ് പോയതെങ്കിലോ? നമുക്ക് നോക്കാം. ഇതൊരു സർക്കിള്, ഈ സർക്കിളിന്റെ പുറത്തൊരു സർക്കിൾ ഉണ്ട്. അപ്പം ഈ ഒരു സർക്കിളിന്റെ പുറത്തൂടെ ഈ ഒരു സർക്കിള് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പോയ പോയിന്റ്സ് ആണ് ഈ കാണുന്നത്. നമുക്ക് കാണാം, ഇവിടെ കണ്ടില്ലേ? ഓക്കെ, ഇങ്ങനെ ഫോം ചെയ്ത ആ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എപ്പി സൈക്ലോയിഡ്. അതായത് സർക്കിളിന്റെ പുറത്തൂടെയാണ് റൊട്ടേറ്റ് ചെയ്തതെന്ന് ഓർക്കുക. ഇതേ സർക്കിൾ തന്നെ ഈ ഒരു സർക്കിളിന്റെ ഉള്ളിൽ കൂടെയാണ് റൊട്ടേറ്റ് ചെയ്തതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹൈപ്പോ സൈക്ലോയിഡ് എന്ന് പറയാം. അപ്പൊ സൈക്ലോയിഡ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഒരു സർക്കിളിലെ പോയിന്റ്, സർക്കിളിൽ തന്നെയുള്ള പോയിന്റ്
ഒരു ലൈനിൽ കൂടെ റൊട്ടേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഒരു സർക്കിളിന്റെ മേലെ കൂടെ റൊട്ടേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഒരു സർക്കിളിന്റെ ഉള്ളിൽ കൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ട്രേസ് ചെയ്ത പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈക്ലോയിഡ് എന്ന് പറയുന്നത്. എപ്പിസൈക്ലോയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡയറക്റ്റിംഗ്, നേരത്തെ ഒരു ഡയറക്റ്റിംഗ് ലൈൻ ആയിരുന്നു, ഇവിടെ ഉണ്ടാവുക എന്തായിരിക്കും? ഒരു ഡയറക്റ്റിംഗ് സർക്കിൾ ആയിരിക്കും. ഡയറക്റ്റിംഗ് സർക്കിൾ. ഈ ഡയറക്റ്റിംഗ് സർക്കിളിന്റെ പുറത്തൂടെ ഒരു സർക്കിള്, ഏതാണ്? ജനറേറ്റിംഗ് സർക്കിൾ അല്ലേ? ഞാൻ ജി സി എഴുതുവാണ്. ജി സി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ട്രേസ് ചെയ്ത പോയിന്റ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എപ്പിസൈക്ലോയിഡ്. ഇതേപോലെ ഒരു ഡയറക്റ്റിംഗ് സർക്കിളിന്റെ ഉള്ളിൽ കൂടെ ഒരു ജനറേറ്റിംഗ് സർക്കിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ജനറേറ്റിംഗ് സർക്കിളിലെ ഒരു പോയിന്റ് ട്രേസ് ചെയ്ത പാത്ത്, അതാണ് എന്ത്? ഹൈപ്പോസൈക്ലോയിഡ്. ആർക്കെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ അടുത്തതിലേക്ക് പോകും. വേഗം പറഞ്ഞു. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒരു സെക്കൻഡ് സമയം തന്നിട്ട് പറഞ്ഞിട്ട് പോയേ, അല്ലെങ്കിൽ ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യും. ആരും പറയുന്നില്ലല്ലോ. ഓക്കെ ആണ് അല്ലേ? ഒരാൾക്കേ സമയമുള്ളൂ. അടുത്തത് അപ്പം എപ്പിസൈക്ലോയിഡ്, ഹൈപ്പോസൈക്ലോയിഡ്. റെഡി അല്ലേ? ആർക്കെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണമെങ്കിൽ ചോദിച്ചാൽ മതി, പറയാം. നമുക്ക് എക്സാമിന് ഇതേ സംഭവം തന്നെ ലാംഗ്വേജ് ആയിട്ട് ചോദിക്കും. ആ സമയത്ത് ചെറിയൊരു കൺഫ്യൂഷൻ അതിന്, കാരണം ഇതിനകത്ത് ഓരോ ടേമും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കുക. ഇപ്പൊ മനസ്സിലായ കാര്യം തന്നെ അവർ പറയുമ്പോൾ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം വരാം. അപ്പൊ മനസ്സിലാവാണ്ട് പോകരുത്. അതുകൊണ്ടാണ് ഇത്രയും സ്ട്രെയിൻ ചെയ്ത് ചോദിക്കുന്നത്. റെഡിയാന്ന് തോന്നുന്നു അല്ലേ? ആ ഡെഫിനേഷൻ എഴുതാം. ഓക്കെ. എപ്പിസൈക്ലോയിഡ് ഡെഫിനേഷൻ തന്നാൽ പിന്നെ ആ ഡെഫിനേഷൻ മാത്രം വായിക്കും. generating circle rotating along the outer curve of the directing circle. Hypocycloid എന്ന് പറയുമ്പോഴത്തേക്കും generating circle rotating along the inner curve of the directing circle. Okay, hypocycloid ഉള്ളിൽ കൂടെ ഇന്നർ കർവ്, മറ്റേത് ഔട്ടർ കർവ്. ഇത്രയുള്ള വ്യത്യാസം അതൊന്ന് മനസ്സിലാക്കുക. റെഡി. ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ ഞാൻ ഇവിടെ ഒരു ഓൺ ദി ജനറേറ്റിംഗ് സർക്കിൾ എന്ന് പറഞ്ഞില്ലേ, ആ ഓൺ ഞാൻ കളർ മാറ്റിയ, അത് സ്റ്റൈൽ ആവാനല്ല, അത് വെച്ചിട്ടാണ് നമുക്ക് അടുത്തത് പറയുന്നത് ട്രക്കോയിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് നോക്കാം. ഇത് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതായത് ഇതാണ് നമ്മുടെ ജനറേറ്റിംഗ് സർക്കിൾ. ഓക്കെ, ഇത് നമ്മുടെ ഏതാണ്? ഡയറക്റ്റിംഗ് ലൈൻ. നേരത്തെ കണ്ട അതേപോലെ തന്നെ ഈ ഒരു ജനറേറ്റിംഗ് സർക്കിളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുവാണ്. ഒന്നെങ്കിൽ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വാക്കും കൂടെ പറയാം, ഇറ്റ് ഈസ് ഫിക്സഡ് ഓൺ ദി ഡയറക്റ്റിംഗ് സർക്കിൾ. സോറി, ഇറ്റ് ഈസ് ഫിക്സഡ് ഓൺ ദി ജനറേറ്റിംഗ് സർക്കിൾ. അങ്ങനെ, അതായത് നേരത്തെ പോയത് ഈ ഒരു ലോക്കസ് ആയിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് കണ്ടില്ലേ? അതിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് നിൽക്കുന്ന, ഒന്നെങ്കിൽ അതിനകത്ത് ഫിക്സ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ്. അതായത് ഇതാണ് നമ്മുടെ ജനറേറ്റിംഗ് സർക്കിൾ എങ്കിൽ അതിൽ നിന്ന് ചിലപ്പോൾ ഒരു ഇത്ര ഡിസ്റ്റൻസ് വിട്ടിട്ട് ഒരു പോയിന്റ്, ഈ പോയിന്റ് എന്താണ് ട്രേസ് ചെയ്തിരിക്കുന്ന പാത്തിന്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രക്കോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ പോയിന്റ് ട്രേസ് ചെയ്യുന്ന പാത്ത്, അതാണ് എന്ത്? ട്രക്കോയിഡ്. ഓക്കെ, പറഞ്ഞപ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ഡെഫിനേഷൻ വായിക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് രണ്ടും ഒരേപോലെ തന്നെ വരും. അവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം വരിക. അപ്പൊ ട്രക്കോയിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. പോയിന്റ് ഇസ് അറ്റാച്ച്ഡ്, point is attached or fixed to a circle, പിന്നെ നേരത്തെ പോലെ തന്നെ which rotates without slipping over a directing line, which rotates without slipping. ഞാൻ ഇനി അത് റിപ്പീറ്റ് ചെയ്യണോ? വിത്തൗട്ട് സ്ലിപ്പിംഗ് ഓവർ എ ലൈൻ. അപ്പൊ ഇവിടെ ഒന്നെങ്കിൽ അറ്റാച്ച്ഡ് അല്ലെങ്കിൽ ഫിക്സഡ് എന്ന് പറഞ്ഞു വരുവാണെങ്കിലാണ് എന്ത് വരിക?
നമ്മുടെ ട്രക്കോയിഡ് വരിക. ഈ ട്രക്കോയിഡ് തന്നെ രണ്ടെണ്ണം ഉണ്ട്, സുപ്പീരിയറും ഇൻഫീരിയറും. അപ്പൊ അതത്ര പ്രശ്നമാക്കണ്ട. സുപ്പീരിയർ ട്രക്കോയിഡ്സ് ഉണ്ട്. അടുത്ത വീട്ടിൽ എഴുതാം. ട്രക്കോയിഡ്സിന്റെ സ്പെല്ലിംഗ് ഇത് തന്നെയാണോ? TROCHOID. ഓക്കെ, റെഡി. ഇൻഫീരിയർ ട്രക്കോയിഡ്സ് ഉണ്ട്. TH ഇല്ല കേട്ടോ. ഓക്കെ, സുപ്പീരിയർ ട്രക്കോയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ രീതിയിൽ നമ്മുടെ ജനറേറ്റിംഗ് സർക്കിളിന്റെ പുറത്തേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്, അത് സുപ്പീരിയർ. ജനറേറ്റിംഗ് സർക്കിളിന്റെ ഉള്ളിലേക്കാണ് ഈ ഒരു പോയിന്റ് ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നെങ്കിൽ അതാണ് എന്ത്? ഇൻഫീരിയർ ട്രക്കോയിഡ്സ്. ഓക്കെ, ജനറേറ്റിംഗ് സർക്കിളിന്റെ ഏതൊരു ഭാഗത്താണ്, ഉള്ളിലാണോ പുറത്താണോ എന്നുള്ളത് വെച്ചിട്ടാണ് സുപ്പീരിയർ ട്രക്കോയിഡും ഇൻഫീരിയർ ട്രക്കോയിഡും. ഇതുപോലെ തന്നെ സുപ്പീരിയർ ഇതും ഒരു കാറ്റഗറി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പി ട്രക്കോയിഡും ഉണ്ട്, അതുപോലെ തന്നെ ഹൈപ്പോ ട്രക്കോയിഡും ഉണ്ട്. ഓക്കെ, എപ്പി ട്രക്കോയിഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു ഡയറക്റ്റിംഗ് സർക്കിൾ ഉണ്ട്, അതിന്റെ പുറത്തായിരിക്കും നമ്മുടെ ജനറേറ്റിംഗ് സർക്കിൾ. അതിൽ നിന്ന് പുറത്തേക്കാണ് നമ്മുടെ പോയിന്റ് പി നിൽക്കുന്നത്. ഈ പോയിന്റ് പി ട്രേസ് ചെയ്തിരിക്കുന്ന പാത്ത്. ഇത് ജനറേറ്റിംഗ് സർക്കിള്, ഇത് ഡയറക്റ്റിംഗ് സർക്കിള്. ഡയറക്റ്റിംഗ് സർക്കിളിന്റെ പുറത്ത് ജനറേറ്റിംഗ് സർക്കിൾ, അതിലേക്ക് ഒന്നെങ്കിൽ അറ്റാച്ച് ചെയ്തിരിക്കും അല്ലെങ്കിൽ ആ ഒരു സർക്കിളിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്ന പോയിന്റ് ട്രേസ് ചെയ്ത പാത്ത്. ഹൈപ്പോ ട്രക്കോയിഡ് ആണെങ്കിലോ ഈ ഒരു ഡയറക്റ്റിംഗ് സർക്കിളിന്റെ ഉള്ളിലായിരിക്കും നമ്മുടെ ജനറേറ്റിംഗ് സർക്കിൾ. ഈ ജനറേറ്റിംഗ് സർക്കിളിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആയിരിക്കും പി. ഓക്കെ, ഇത് സുപ്പീരിയർ ഹൈപ്പോ ട്രക്കോയിഡ് അങ്ങനെയൊന്നും ഓർക്കണമെന്നില്ല. ഹൈപ്പോ ട്രക്കോയിഡ് മനസ്സിലാക്കുക, എപ്പി ട്രക്കോയിഡ് മനസ്സിലാക്കുക, സുപ്പീരിയറും ഇൻഫീരിയറും എന്താണെന്ന് കൂടെ റെഡിയാക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ട്രക്കോയിഡ്സ് എന്നുള്ളത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഒരു റോളറ്റും കൂടെ ഉള്ള. ജിൻഡോ ഇത് തന്നെയാണോ ഉദ്ദേശിച്ചത്? ഒന്നുകൂടെ പറയാം. ജിൻഡോ ഏതാ പറയേണ്ടതെന്ന് ഒന്നുകൂടെ പറയോ? മൊത്തം പറയണോ അതെയോ? ഓക്കെ, സുപ്പീരിയർ. ഇത്രേ ഉള്ളൂ. അതായത് നമ്മുടെ പറയാം കേൾക്കുക. ട്രക്കോയിഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ നമ്മുടെ ജനറേറ്റിംഗ് സർക്കിൾ. ഇത് ജനറേറ്റിംഗ് സർക്കിളിലേക്ക് ഒരു അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ്, ഇത് കർവിന്റെ പുറത്തേക്കാണ്, ആ ഒരു സർക്കിളിൽ നിന്ന് പുറത്തേക്കാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് പി. പുറത്തേക്കാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ സുപ്പീരിയർ എന്ന് പറയും. നമ്മുടെ ജനറേറ്റിംഗ് സർക്കിളിന്റെ അകത്താണ് പോയിന്റ്. അപ്പം ഇത് ഈ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് പോയിന്റ് പി. ഓക്കെ, ഇങ്ങനെ ജനറേറ്റിംഗ് സർക്കിളിന്റെ ഉള്ളിലാണ് നമ്മുടെ ആ ഒരു പോയിന്റ് എങ്കിൽ, ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു പോയിന്റ് എങ്കിൽ അതിനെ നമ്മൾ ഇൻഫീരിയർ ട്രക്കോയിഡ് എന്ന് പറയും. ഓക്കെ ആണോ ജിൻഡോ? റെഡി ആണോ? ഓക്കെ അല്ലേ? അടുത്തത് ഇൻവല്യൂട്ട്. അതായത് ഒരു സിലിണ്ടറിലെ നമ്മളിങ്ങനെ അതായത് നമ്മൾ ചുറ്റി വെച്ച ആ ഒരു വള്ളി നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേക്കും ആ ഒരു വള്ളിയുടെ എൻഡ് എക്സ്റ്റെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ട്രേസ് ചെയ്തിരിക്കുന്ന പാത്താണ് എന്ത്? ഇൻവല്യൂട്ട്. ഒരു സർക്കുലർ സിലിണ്ടർ ആയിക്കോട്ടെ, ഒരു പോളിഗൺ ആയിക്കോട്ടെ, അതിന്റെ സൈഡിൽ ഇങ്ങനെ വൈൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു വള്ളി അല്ലെങ്കിൽ ഒരു ത്രെഡ് നമ്മൾ അൺവൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ എൻഡ് പാസ് ചെയ്തിരിക്കുന്ന പോയിന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവല്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വലിക്കുന്നു, അത് കറങ്ങും തോറും എന്താ സംഭവിക്കുന്നത്? അതിന്റെ ആ ഒരു ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് എന്ത്? ഇൻവല്യൂട്ട്. ഓക്കെ, അൺവൈൻഡിങ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ഓർക്കാൻ സാധിക്കും, അധികം കൺഫ്യൂഷൻ ഒന്നും വരുന്നില്ല. കർവ് ട്രേസ്ഡ് by the free end of the thread unwound from a circle or the sides of the polygon. ഓക്കെ, ഇനി നമ്മളൊരു
ഒരു സിലിണ്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സർക്കിളിൽ നിന്ന് ഇങ്ങനെ ഒരു വള്ളി വലിച്ച് അത് അൺവൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ എൻഡ് എന്താണ് ട്രേസ് ചെയ്തിരിക്കുന്ന പാത്ത്, അതാണ് ഇൻവല്യൂട്ട്. നമുക്ക് രണ്ടെണ്ണം കൂടെ ഉണ്ട്. എന്താണ് ഹെലിക്സ്, എന്താണ് ഇവല്യൂട്ട്. ഹെലിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് നോക്കുക, നമ്മുടെ സ്പൈറലിൽ പറഞ്ഞില്ലേ, സ്പൈറലിൽ പറഞ്ഞ എന്തായിരുന്നു, നമ്മുടെ ഒരു അപ്പെക്സ് വെച്ചിരിക്കുന്ന ഒരു ലൈന്, ആ ലൈനിൽ നിന്ന് പോയിന്റ് ഇങ്ങനെ കയറുന്നു അല്ലെ. ഇതൊരു സിലിണ്ടറാണ്. ഓക്കെ, സിലിണ്ടറിന് സൈഡിൽ ഒരു പോയിന്റ്. അപ്പൊ സിലിണ്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു പോയിന്റ് ഇങ്ങനെ മേലേക്ക് പോകുന്നുണ്ടെന്ന് കൂടി വിചാരിക്കാം. സിലിണ്ടറിൽ കൂടെ മേലേക്ക് പോകുന്നുണ്ട്. സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ട്രേസ് ചെയ്ത പാത്ത്, ലോക്കസ് ഓഫ് ദി പോയിന്റ് വിച്ച് മൂവ്സ് അലോങ് ദി സർക്കംഫറൻസ് ഓഫ് ദി സിലിണ്ടർ. ഒരു സിലിണ്ടറിന്റെ സർക്കംഫറൻസിൽ കൂടെ പോയ ഒരു പോയിന്റിന്റെ ലോക്കസ്. വൈൽ ദി സിലിണ്ടർ മൂവ്സ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ. ഒന്നെങ്കിൽ സിലിണ്ടറിൽ കൂടെ പോയിന്റ് മേലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഓർത്തുള്ള സിലിണ്ടറിൽ കൂടെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്. അപ്പൊ ഇവിടെ പറഞ്ഞ ഡെഫിനേഷൻ നേരെ തിരിഞ്ഞു. അതായത് സിലിണ്ടറിന്റെ സൈഡിലുള്ള ലോക്കസ്. ഓക്കെ, ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താണ്, ഇതിങ്ങനെ സർക്കംഫറൻസിൽ കൂടെ കറങ്ങാണ്. വിച്ച് മൂവ്സ് അലോങ് ദി സർക്കംഫറൻസ്. ഈ സിലിണ്ടർ മേലേക്കും പോകുന്നു. നേരെ തിരിഞ്ഞ് മറ്റേതാണെങ്കിൽ അതേ രീതിയിൽ തന്നെ വരും കേട്ടോ, കൺഫ്യൂഷൻ ആക്കണ്ട. മറ്റേത് ഞാൻ പറഞ്ഞ എന്തായിരുന്നു, സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യുന്നു, പോയിന്റ് മേലേക്ക് പോകുന്നു. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ ഇങ്ങനെ തന്നെ ഓർത്താൽ മതി. അലോങ് ദി സർക്കംഫറൻസ് ഓഫ് ദി സിലിണ്ടർ വൈൽ ദി സിലിണ്ടർ മൂവ്സ് ഇൻ ദി വെർട്ടിക്കൽ ഡയറക്ഷൻ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെലിക്സ് എന്ന് പറയുന്നത്. ഇവല്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പോ പലതരത്തിലുള്ള ഒരു കർവ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു പർട്ടിക്കുലർ കർവ് ആയിരിക്കും, അതിനൊരു പർട്ടിക്കുലർ സെന്റർ ഉണ്ട്. ഇവിടം തൊട്ട് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അടുത്തൊരു കർവ്, അതിനും ഒരു സെന്റർ ഉണ്ട്. ഇങ്ങനെ ഒരു യൂണിഫോം അല്ലാത്ത ഒരു കർവിന്റെ സെന്റേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു ലൈൻ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവല്യൂട്ട്. അതായത് ഇതൊരു കർവ്, അതിന്റെ സെന്റർ ഇത് അടുത്ത കർവ്, അതിന്റെ സെന്റർ എന്ന് പറയുന്നത് ഇവിടെ വന്നു. അങ്ങനെ പല പല കർവ്. ഓക്കെ, അങ്ങനെ ഓരോ സെന്റേഴ്സിനെയും കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവല്യൂട്ട് എന്ന് പറയുന്നത്. ലോക്കസ് ഓഫ് സെന്റേഴ്സ് ഓഫ് നോൺ സർക്കുലർ കർവ്. സർക്കുലർ കർവ് ആണ് ഒറ്റ സെന്ററിൽ ഉണ്ടാകുന്നത്. നോൺ സർക്കുലർ അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ കർവിന്റെ ഒക്കെ സെന്റേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു ലൈൻ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവല്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ആരും ആൻസർ കമന്റ് ആയിട്ട് ചെയ്യേണ്ട, പോളിംഗ് സ്റ്റാർട്ട് ചെയ്യാം, അതിനകത്ത് ആൻസർ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ ഫോംഡ് വെൻ ദി plane at an angle to the base of the cone and cut all generators. When the cutting plane at an angle to the base and cut all the generators. നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ ബേസിന് ഒരു ഇൻക്ലിനേഷൻ ആണ് ഉള്ളത്, അതിന്റെ കൂടെ തന്നെ എല്ലാ ജനറേറ്റേഴ്സിനും അത് കട്ടും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കോണിക് സെക്ഷൻ എന്താണ്? ഓക്കെ, ഒരാൾ ആൻസർ ചെയ്തു, ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. ഓക്കെ, 2. ഇത്ര സമയം നോക്കണ്ട, നമ്മള് ഇപ്പൊ വായിച്ച കാര്യമല്ലേ. ഒരാളും കൂടെ ആൻസർ ചെയ്ത് നിർത്താം. ഓക്കെ, എല്ലാവരും തന്നെ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആൻസർ എന്താണ്, എലിപ്സ് ആണ് അല്ലെ. അതായത് കട്ടിംഗ് പ്ലെയിന് ബേസിന് ഇൻക്ലൈൻഡ് ആണ്, അതുപോലെ തന്നെ എല്ലാ ജനറേറ്റേഴ്സിലും ടച്ചും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിലാണ് അത് എന്താവുന്നത്, എലിപ്സ് ആവുന്നത്. നെക്സ്റ്റ് വൺ. പോള് തന്നെ തെറ്റിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല, ആരും കാണാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ആൻസർ ഒന്ന് ചെയ്യാം, കാരണം ഇപ്പൊ തെറ്റിച്ചാലും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇത് ഞാനൊരു ഡെഫിനിഷൻ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ക്വസ്റ്റ്യൻ വായിക്കാം. ദി പോയിന്റ് അബൌട്ട് വിച്ച് ദി കർവ് ഷേപ്പ് റൊട്ടേറ്റ്സ് ഇസ് നോൺ ആസ്. ഒരു കർവ് ഷേപ്പ് ഒരു പർട്ടിക്കുലർ പോയിന്റ് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ആ പോയിന്റിന്റെ വിളിക്കുന്ന പേര്. ഇപ്പൊ നിങ്ങൾ തെറ്റിച്ചാലും കുഴപ്പമൊന്നുമില്ല, ആൻസർ ചെയ്യല്ലാരും, എല്ലാവരും ആൻസർ വോട്ട് ചെയ്യാം, പഠിച്ചു വെക്കട്ടെ. കാരണം ഇതിനകത്ത് ആർക്കും മനസ്സിലാവില്ല നിങ്ങൾ തെറ്റിച്ചോ ഇല്ലയൊന്നും, അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. ഓക്കെ, ആൻസർ വെർട്ടെക്സ് ആണ്. 100% ആൾക്കാരും ശരിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ തിരിച്ചു. സോൾഡ് സെന്റർ ഒന്നുമല്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നില്ല. ഒരു പർട്ടിക്കുലർ പോയിന്റ് അബൌട്ട് ആയിട്ട് ഒരു ഫിഗർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു പോയിന്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, വെർട്ടെക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ.
A chord which passes through the focus and perpendicular to the axis of the parabola. തെറ്റിക്കല്ലേ, എല്ലാവരും ശരിയാക്കണേ. ഓക്കെ, നോക്കുക. The chord which passes through the focus and perpendicular to the axis of the parabola. ഏതാണ്? ഫോക്കൽ കോഡ് ആണോ, eccentricity ആണോ, lattice vector ആണോ, ഡയറക്ട്രിക്സ് ആണോ? ചെയ്തേ, ആൻസർ ചെയ്തേ. ഓക്കെ, ലാറ്റിസ് വെക്ടർ ആയിരിക്കും അല്ലേ. ഫോക്കസ് കൂടെ പാസ് ചെയ്യണം, അതേപോലെ തന്നെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാറ്റിസ് വെക്ടർ എന്ന് പറയുന്നത്. ഡബിൾ ഓർഡിനേറ്റ് ത്രൂ ദി ഫോക്കസ് എന്ന് പറയുമ്പോഴും അതും ലാറ്റിസ് വെക്ടർ തന്നെയാണ്. ഓക്കെ, അടുത്തത് ഓക്കെ. Hyperbola consists of one focus and one directrix, two focus and one directrix, one focus and two directrix, two focus and two directrix. ഇനി ആൾക്കാർ ആൻസർ ചെയ്യാനുണ്ട്. 2 ഫോക്കസും 2 ഡയറക്ട്രിക്സും ആണ് അല്ലേ. ഓക്കെ, ഗുഡ്. അടുത്തത് ഓക്കെ. A curve generated by the point on the circumference of a circle which rolls without slipping along the outside of another circle is known as. The curve generated by a point on the circumference of a circle, on the circumference. നമുക്ക് അതിനകത്ത് ഒരു പാർട്ട് കിട്ടി. Which rolls without slipping along the outside of another circle. ഏതായിരിക്കും? ഓൺ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ആൻസർ ചെയ്തിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, രണ്ടുപേര് ചെയ്തു. ഞാനൊരു കാര്യം കൂടെ പറയാം, നമ്മള് പഠിക്കുന്നതും തിയറിയൊക്കെ കൂടുതലായിട്ട് എഴുതുക കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആൻസർ ചെയ്യണം, ചെയ്തേ പറ്റൂ. കാരണം എത്ര നമുക്ക് മനസ്സിലായിട്ടുണ്ട്, നമുക്ക് എങ്ങനെയാണ് തെറ്റുപറ്റിയെന്നൊക്കെ നമുക്ക് മനസ്സിലാവണേല് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ ഇന്ന് തന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്തൊരു കാര്യം എല്ലാവർക്കും ശരിയാക്കാൻ പറ്റുന്നുണ്ടോന്നാണ് നമ്മൾ ഈ ഒരു കുറച്ച് ക്വസ്റ്റ്യൻ വഴി നോക്കുന്നത്. അപ്പം അത് ചെയ്യണം, അതായത് സെക്ഷൻ അപ്പൊ തന്നെ അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കുക. പിന്നെ നമ്മളൊരു ബുക്ക് വായിച്ചെടുക്കുമ്പോഴത്തേക്കും അല്ല, നമ്മളെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് തന്നെ നോക്കുക. എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് തന്നെ, എന്നാലേ നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെ എന്താ ആദ്യത്തത്, ഓൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഓർത്തുള്ള സൈക്ലോഡ് ആണ് അല്ലെ, ഔട്ട്സൈഡ് ആണ്. ഒരു സർക്കിളിന്റെ പുറത്തൂടെ പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ എപ്പിസൈക്ലോഡ് അല്ലെങ്കിൽ ഹൈപ്പോസൈക്ലോഡ് അല്ലെ. ഉള്ളിക്കൂടാണ് ഹൈപ്പോ, പുറത്തൂടാണെങ്കിൽ എപ്പിസൈക്ലോഡ്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്, സ്ലിപ്പിംഗ് എലോങ് ദി ഔട്ട്സൈഡ്, വിത്തൗട്ട് സ്ലിപ്പിംഗ് എലോങ് ദി ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ ഏതാണ്, ഹൈപ്പോസൈക്ലോഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഈ ക്വസ്റ്റ്യൻ നേരത്തെ തെറ്റിച്ചവർക്കും ശരിയാക്കണം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. A curve generated by the fixed point on the circumference of the circle which rolls without slipping along the fixed straight line. Which rolls without slipping along the fixed straight line. ഏതാ? ഒരാൾ ആൻസർ ചെയ്തു, മൂന്നാൾക്കാർ ചെയ്തു, എല്ലാവരും ശരിയാക്കിയേ. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ഒരു സർക്കിൾ പാസ് ചെയ്ത ആ ഒരു പോയിന്റ് ഓൺ ദി സർക്കിൾ തന്നെയല്ലേ, ഓൺ ദി സർക്കംഫറൻസ് തന്നെ. അപ്പൊ അവിടെയും പ്രശ്നമില്ല, ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പൊ തെറ്റിച്ചവരൊക്കെ കുറച്ചും കൂടെ ഒന്ന് സീരിയസ് ആവുക, കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. നാളത്തെ സെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതാ, ഹൈവേ അല്ലെ, ഹൈവേ ആയിരിക്കും. അപ്പോൾ നാളെ ഇതേ സമയത്ത് കാണാം. ഓക്കെ, അപ്പൊ ശരി.